ഹലോ ഗുഡ് മോർണിംഗ് ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ PYQ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നതായിരിക്കും ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അധികം സമയം കളയാതെ ചോദ്യത്തിലേക്ക് തന്നെ പോകാം. നോക്കിക്കേ, മാച്ച് ഫോളോയിങ് ആണ് വരുന്നത്. മാച്ച് ഫോളോയിങ് കമ്പാരിറ്റീവ്ലി ഏറ്റവും എളുപ്പമുള്ളതാണ്. കാരണം ഒന്ന് രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബാക്കിയുള്ളത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആൻസറിൽ എത്താൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ട്രേഡ് യൂണിയൻ, അതേപോലെ AITUC പ്ലസ് സ്പ്ലിറ്റ് ആയി, അതേപോലെ ഇതെന്ന് യുണൈറ്റ് ചെയ്തു, ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ പഠിച്ചവരുണ്ടായിരിക്കും. വളരെ കുറവായിരിക്കും. ഈ പറയുന്ന പോലെ വളരെ കുറവ് ശതമാനം ആളുകൾ മാത്രമാണ് ഈ ട്രേഡ് യൂണിയനും അതേപോലെ ട്രേഡ് യൂണിയന്റെ വർഷങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആക്ച്വലി ഇത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലോജിക്ക് ഒന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഇതിലുള്ള കീവേഡ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് കൊടുത്തിരിക്കുന്ന കീവേഡ് വേൾഡ് വാർ 2 ആണ്. വേൾഡ് വാർ 2 ഭാഗമായിട്ട് കെയോസ് ഉണ്ടാവുന്നു, ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ കെയോസ് ഉണ്ടാവുന്നു. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വേൾഡ് വാർ 2 നടന്നത് ഏത്, ആ ഒരു നോളജ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. വേൾഡ് വാർ 2 നടന്നത് ഏത് സമയത്താണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഇത് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന 4 വർഷങ്ങളുടെ ഓപ്ഷൻസിൽ വേൾഡ് വാർ 2 നടന്ന സമയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതായിരിക്കും? നമുക്കറിയാം, നിങ്ങൾ വേൾഡ് വാർ 2 അറിയില്ലെങ്കിലും കുറച്ചും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വേൾഡ് വാർ 2 ശേഷമാണ്. അപ്പൊ എന്താണ് ബ്രിട്ടന്റെ കോളനികൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അങ്ങനത്തെ ആ ഒരു കഥയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ചിന്തിക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് മുന്നേ ആയിരിക്കും വേൾഡ് വാർ 2 അവസാനിക്കുന്നത്. അപ്പൊ ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കി, ഓപ്ഷൻ എവിടെ വരുന്നതെന്നുള്ളത് കിട്ടിയില്ല നിങ്ങൾക്കത്. ഇപ്പൊ ഡി എന്ന് പറയുന്നത് 2 എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്തുകൂടെ? കാരണം വേൾഡ് വാർ 2 ഇൻഡസ്ട്രിയൽ റിലേഷനിൽ കെയോസ് സൃഷ്ടിച്ചു. അപ്പൊ വേൾഡ് വാർ 2 നടക്കുന്ന സമയത്തല്ലേ അത് സംഭവിക്കുള്ളൂ. അപ്പൊ അത് എപ്പോഴാണ് നടന്നിട്ടുള്ളത്? 1939 to 1946 ആ ഒരു സമയത്താണ് നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, അത് അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് AITUC സ്പ്ലിറ്റ് ആയതോ അതല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നുള്ള കഥയൊന്നും അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, നമുക്കൊരു എറ ഓഫ് ഫോർമേഷൻ ഓഫ് മോഡേൺ ട്രേഡ് യൂണിയൻ സ്പ്ലിറ്റ് ആയി യുണൈറ്റ് ആയി. ഇതിന്റെ ഓർഡർ എങ്ങനെ വരാനുള്ള ചാൻസ് ഉള്ളു? ഈ കൊടുത്തിരിക്കുന്നത് തന്നെയല്ലേ ഇതിന്റെ ഓർഡർ ആയിട്ട് വരാനുള്ള ചാൻസ്? അതായത് മോഡേൺ ട്രേഡ് യൂണിയൻസ് തുടങ്ങി. അപ്പൊ നമുക്കറിയാം AITUC ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ആയിട്ട് മാറുന്നു. അപ്പൊ മോഡേൺ ട്രേഡ് യൂണിയൻ തുടങ്ങി, എന്നിട്ട് ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആവുന്നു, പിന്നെ യുണൈറ്റ് ആവുന്നു. ഈ ഒരു കഥ പോലെ തന്നെ പോകാനുള്ള ചാൻസസ് അല്ലേ വരുന്നത്? അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എങ്ങനെ നിങ്ങൾ ക്രോണോളജിക്കലി ഇതാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് D2 എന്നുള്ളത് കിട്ടിയിട്ടോ, ആദ്യം തന്നെ D2 നിങ്ങൾ കണക്ട് ചെയ്തു. ഇനി നോക്കിക്കേ, എ എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക? സോ എ വിൽ ബി പ്രോബബ്ലി A3 കണക്ട്. അതായത് 1918-24 സമയത്തായിരിക്കും മോഡേൺ ട്രേഡ് യൂണിയൻ ഫോം ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് അവർ അടികൂടി സ്പ്ലിറ്റ് ആയി എന്ന് വിചാരിച്ചോ. അപ്പൊ 1925 അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോണോളജിക്കലി വരുന്ന ആ ഒരു സമയമല്ലേ 1925 1934. പിന്നെ ഇവർക്കിടയിൽ യൂണിറ്റി ഉണ്ടാവുന്നു. സെറ്റായോ? എങ്ങനെ കണക്ട് ചെയ്തതെന്ന് മനസ്സിലായോ? അപ്പൊ നമുക്ക് വേൾഡ് വാർ 2 എന്ന് പറയുന്ന ഒറ്റ കീവേഡ് ആയിരുന്നു നമുക്കറിയാം. അത് നമ്മൾ D2ലേക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തു. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ മോഡേൺ ട്രേഡ് യൂണിയൻസ് ഉണ്ടായി 1918 1924. അത് കഴിഞ്ഞ് അവർ സ്പ്ലിറ്റ് ആവുമ്പോൾ 1925 1934. ഓർത്ത് വെക്കുക, യൂണിറ്റി ഉണ്ടായി. നമ്മൾ സ്പ്ലിറ്റ് ആയതിനു ശേഷമല്ലേ യൂണിറ്റി ഉണ്ടാവുക? നിങ്ങൾക്ക് ആ ഒരു സംഭവം കണക്ട് ആയിക്കൂടെ? അതായത് സ്പ്ലിറ്റ് ചെയ്തു, നമ്മൾ എന്തിനെ യുണൈറ്റ് ചെയ്യുക? സ്പ്ലിറ്റ് ആയി നിൽക്കുന്ന രണ്ട് സാധനത്തിലേ നമുക്ക് യുണൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സ്പ്ലിറ്റും ഇല്ലാത്ത രണ്ട് സാധനം യുണൈറ്റ് ആയി എന്ന് പറയും നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. ഓൾറെഡി രണ്ട് ഘടക കക്ഷികളായി നിൽക്കുന്നു, അതിനെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴല്ലേ യൂണിറ്റി ഉണ്ടായി എന്ന് പറയുന്നത്. സോ അതാണ് സ്പ്ലിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കൂട്ടിച്ചേർത്തു. അതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. സോ ഓപ്ഷൻസ് വരുന്ന നോക്കിക്കുക, എങ്ങനെയാ വരുന്നുള്ള A3 B4 C1 D2 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. D2 C1 പിന്നെ A3 B4. ഇതെല്ലാം അതിന്റെ ആൻസർ വരുന്നത്. ഇതെല്ലാം നമ്മളിപ്പോ പ്രിഫർ ചെയ്ത ആൻസർ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ D2 ആ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, രണ്ട് ഓപ്ഷൻസ് പിന്നെ എലിമിനേറ്റ് ആയി പോയി. എയും ബിയിലും മാത്രമാണ് എന്ത് വരുന്നുള്ളൂ, രണ്ട് ഓപ്ഷൻസ് പിന്നെ D2 വരുന്നുള്ളൂ. അതിൽ C1 ആണ് ഓൾറെഡി. അപ്പൊ സിനെയും ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്തേ നോക്കണ്ടു, എയും ബിയും മാത്രമേ നോക്കണ്ടു. മോഡേൺ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് സംഭവിക്കുന്നു അല്ലേ? ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇതിന്റെ ഉത്തരവായി. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ എങ്ങനെ അതിന്റെ ആൻസർ വരുന്നത്? A3 B4 C1 D2 ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നോക്കിയേ, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. A3 B4 C1 D2. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ മനസ്സിലാവും എങ്ങനെയാ അത് കണക്ട് ചെയ്യുന്നത് എന്നുള്ള മോഡ്. ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ബാക്കിയുള്ള അതിന്റെ ആൻസേഴ്സ് ആയി. ഓക്കെ,
ശരി, അപ്പൊ ലോജിക്കലി ചിന്തിക്കാനും കൂടെ നിങ്ങൾ ഒപ്പം ശ്രമിക്കണം കേട്ടോ. ഇതിന് ശേഷമായിരിക്കണം സംഭവിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. വേൾഡ് വാർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് നടന്നേന്നുള്ളൊരു സാധനം കിട്ടിയാൽ നിങ്ങൾക്ക് അതിന് ഉത്തരവായി. അവിടെയാണ് വരുന്നത്. നമുക്ക് അതിന് നമ്മൾ ആദ്യം ചോദ്യം വായിക്കുന്ന സമയത്ത് നോക്കും ഇത് എന്താ, ഇത് AITUC എപ്പോഴാണ് സ്പ്ലിറ്റ് ചെയ്തേ, അതൊന്നും നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും എന്താ അതിലുള്ള അറിയാവുന്ന കീവേഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ആൻസറിൽ എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, ശരി. അടുത്തത് വീണ്ടും മാച്ച് ഓഫ് ഫോളോയിങ്. മാച്ച് ഓഫ് ഫോളോയിങ് ആക്ച്വലി നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ വിൻ വിൻ സിറ്റുവേഷൻ, എളുപ്പം കിട്ടുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ ലക്കി നമുക്ക് ഭയങ്കര നമ്മുടെ എന്താ പറയാ ഒരു കറക്കി കുത്തൽ ഒന്നും വേണ്ട, ലോജിക്ക് ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മാച്ച് ഓഫ് ഫോളോയിങ് ആയിരിക്കും. നോക്കിക്കേ, ഇത് 2025 നമ്മൾ ജൂണിൽ ചോദിക്കുന്ന നമുക്കറിയാം സോഷ്യൽ വർക്ക് ഡേ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇമ്പത്തെ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരുവിധം ആളുകളെല്ലാം ഇത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് ഡേക്ക് എല്ലാ വർഷവും തീം വരാറുണ്ട്. അപ്പൊ ആ വർഷത്തെ തീമിന്റെ കൂടെ കുറച്ച് പിന്നിലേക്കുള്ള തീമുകളും കൂടെ നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ കിട്ടുന്ന ആൻസർ ആയിരുന്നു. സോ ഇപ്രാവശ്യത്തെ 2025 തീം എന്തായിരുന്നു? സ്ട്രെങ്തനിങ് ഇന്റർ ജനറേഷണൽ സോളിഡാരിറ്റി ഫോർ എൻഡ്യൂറിംഗ് വെൽബീയിങ്. ഇതായിരുന്നു 2025 തീം എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ തീം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓർക്കുന്നുണ്ടാരെങ്കിലും? കഴിഞ്ഞ കൊല്ലമായിരുന്നു അവർ കുറച്ചും കൂടെ ബിയോണ്ട് ബിവർ എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നത്, ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ച് വരിക എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞ കൊല്ലമായിരുന്നു. അതിന്റെ തൊട്ട് മുന്നത്തെ കൊല്ലമായിരുന്നു റെസ്പെക്ടിങ് ഡൈവേഴ്സിറ്റി ത്രൂ ജോയിന്റ് ആക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് 2023 കൊണ്ടുവന്നു. പിന്നെ കോ ബിൽഡിംഗ് എ ന്യൂ എക്കോ സോഷ്യൽ വേൾഡ്, ലീവിംഗ് നോൺ വൺ ബിഹൈൻഡ്, ഇൻക്ലൂസിവിറ്റിയുടെ ഒരു സംഭവം 2022 കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇതില് DMCയും കഴിഞ്ഞ വർഷത്തെയും കിട്ടിയിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കുറെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ബാക്കി 2 ഓപ്ഷൻസ് എന്തോ വരുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നോക്കല്ലേ. അപ്പൊ എങ്ങനെയാ വരുന്നത്? D1 വരും, ബാക്കി BC ABC എന്ന് പറയുന്നത് 2, 3. D1 വരുന്നത് അതുകൊണ്ട് ആ ഒരു D1 കിട്ടിയത് നിങ്ങൾക്ക് എന്ത് കിട്ടി? 2 ഓപ്ഷൻ സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? 2 ഓപ്ഷനേ ഉള്ളൂ. D1 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അതിലെങ്ങനെ A2B3 അല്ലെങ്കിൽ A2B3C4 D1, ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പൊ മനസ്സിലായത് എങ്ങനെയാണ് നിങ്ങൾ ലോജിക്കലി കണക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോ എന്തായാലും ഇപ്രാവശ്യം ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം എന്താ, ഇപ്പൊ സോഷ്യൽ വർക്ക് ഡേന്റെ തീം കഴിഞ്ഞ പ്രാവശ്യം അവർ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ജൂൺ സൈക്കിളിൽ. ഇനി ഡിസംബർ സൈക്കിളിന് മുന്നേ പുതിയ തീമൊന്നും വന്നിട്ടില്ല. സോ ദാറ്റ് ചാൻസസ് ആർ ലെസ്. എന്നാൽ പോലും നിങ്ങൾ ഓർത്ത് വെക്കുക ഇന്നതായിരുന്നു ഇതിന്റെ തീം ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇപ്രാവശ്യം തീം എന്താണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, ഇന്റർ ജനറേഷണൽ സോളിഡാരിറ്റി ഇതാക്കുക എന്നുള്ളത്. ഓക്കെ, ശരി. വീണ്ടും മാച്ച് ഓഫ് ഫോളോയിങ്. എന്തായാലും മാച്ച് ഓഫ് ഫോളോയിങ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹരാണ്. നോക്കിക്കേ, ഇതിൽ ഒറ്റ കീവേഡിൽ നിങ്ങൾക്ക് ആൻസർ എത്താൻ പറ്റും. ഒരൊറ്റ സാധനം നിങ്ങൾക്ക് കണക്ട് ആയതിന്റെ ഉത്തരവായി. കാരണം ഓപ്ഷൻസ് അത്ര എലിമിനേറ്റ് ചെയ്യാൻ ഭയങ്കര സുഖത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡ് ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ ആദ്യം നമുക്ക് റൈറ്റ് സൈഡ് വായിച്ചു തുടങ്ങാം കേട്ടോ. ഇൻവോൾവിംഗ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, ആ ഒരൊറ്റ ഓപ്ഷൻ മതി നിങ്ങൾക്ക്. ഡിഫറെന്റ് ഗ്രൂപ്പിലുള്ള ആളുകളെ ഇൻവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പ് എന്നുള്ള വ്യക്തികളെ ഇൻവോൾവ് ചെയ്യുന്നു. അത് ഏതാവാനാ ചാൻസ്? ഡിഫറൻസിയേഷൻ ആവാൻ ചാൻസ് ഉണ്ടോ? അതോ അഡാപ്റ്റീവ് അപ്ഗ്രേഡിംഗ് ആവാനാ ചാൻസ്? ഇൻക്ലൂഷൻ ആവാനാ ചാൻസ്? വാല്യൂ ജനറേഷൻ ആവാൻ ചാൻസ്? ഒറ്റ ഉത്തരവേ വേണ്ടു, ഇൻക്ലൂഷൻ ആണ്. അതല്ലേ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് അവരെ, അല്ലെങ്കിൽ ഡിഫറെന്റ് എത്നിക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവരെ, അല്ലെങ്കിൽ ഡിഫറെന്റ് എന്താ പറയുക റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവരെ, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റേഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവരെ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തുന്നു, ഉൾച്ചേർക്കുന്നു എന്നുള്ളൊരു സാധനം ഇൻക്ലൂഷനിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരൊറ്റ C1 ആണെന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. കാരണം C1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, അഡാപ്റ്റീവ് അപ്ഗ്രേഡിംഗ് നിങ്ങൾക്ക് അറിയണമെന്നില്ല, വാല്യൂ ജനറേഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, പക്ഷെ ഇൻക്ലൂഷൻ നിങ്ങൾക്ക് അറിയുമോ? അതിന്റെ ആൻസർ ആയി. ഇത് ആക്ച്വലി NTA നിങ്ങളെ ഭയങ്കരമായിട്ട് സേവ് ചെയ്തൊരു ആൻസർ ആണ്. അതായത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. സോ നോക്കിക്കേ, ഇൻക്ലൂഷൻ C1 ആണ് വരുന്നത്. വാല്യൂ ജനറലൈസേഷൻ ഡിയും നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ഡി എന്താ വരുന്നത്? ഡെവലപ്മെന്റ് ഓഫ് വാല്യൂസ്. വാല്യൂ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ഒരു ഓപ്ഷനേ വരുന്നുള്ളൂ. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ വാല്യൂസ് ദാറ്റ് ടോളറേറ്റ് ഗ്രേറ്റ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. സോ ദാറ്റ് ഈസ് വാല്യൂ ജനറലൈസേഷൻ. അപ്പൊ നിങ്ങൾക്ക് 2 കിട്ടിയോ? C1 കിട്ടി, D2 കിട്ടി. ഇനി ഡിഫറൻസിയേഷൻ ഞാൻ ബാക്കി മാച്ച് ചെയ്യാണ്. ഡിഫറൻസിയേഷൻ വരുന്നത് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. അഡാപ്റ്റീവ് അപ്ഗ്രേഡിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദെയർ പർപ്പസ്. അവരുടെ കുറച്ചും കൂടെ അവരുടെ പർപ്പസിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നു. അഡാപ്റ്റീവ് അപ്ഗ്രേഡിംഗ്, അഡാപ്റ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡാപ്റ്റീവ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, C1 D2 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കിക്കോ. പുറത്തിട്ടോ നിങ്ങൾ ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ C1 D2 വരുന്നത്. ഈ ഒരൊറ്റ ഓപ്ഷൻ നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്തിയത് മനസ്സിലായി. അപ്പൊ C ഇൻക്ലൂഷൻ ആണ് എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ബാക്കി എല്ലാം ആൻസർ ആയി. ഓക്കെ, അത് ശ്രമിക്കുക. അതായത് ആദ്യത്തെ 2 നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിടരുത്. ചോദ്യം മുഴുവൻ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പുള്ള ആൻസർ ആണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് പോയിക്കോ. ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് നെഗറ്റീവ് ഇല്ല. സോ ദാറ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്?
അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അറ്റൻഡ് ചെയ്യാതെ പോകരുത്. ലാസ്റ്റ് വന്നിട്ട് ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് പോകാന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇരിക്കരുത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല. അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ചോദ്യം വായിച്ച് തീരെ കുറെ പേർക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ വരും. സോ അതൊക്കെ ഒഴിവാക്കുക. അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തോ, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് പോയിക്കോ. പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരാമല്ലോ, മാർക്ക് ഫോർ റിവ്യൂ നോക്കി വന്നാൽ മതിയല്ലോ. ഈ സമയം ഇല്ലെങ്കിൽ എങ്ങാനും നിങ്ങൾ കൊടുത്തത് ശരിയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് അതിന്റെ സ്കോർ കിട്ടും. ഓക്കെ, അറ്റൻഡ് ചെയ്യാത്തതിനേക്കാൾ ഭേദം എപ്പോഴും അറ്റൻഡ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് സ്കോറിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി. ആ ഒരു സമയത്ത് ഇത് അന്ന് ചോദിക്കാനൊരു കാരണം ഉണ്ടായിരുന്നു. 2024 പുതിയ NHRCന്റെ ഓൾമോസ്റ്റ് 2024 എൻഡോട് കൂടിയായിരുന്നു NHRCയുടെ പുതിയ ചെയർമാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര ആ സമയത്ത് പ്രസക്തിയുള്ള ഒരു ചോദ്യമായിരുന്നു. ഇപ്രാവശ്യം ഇത് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ചാൻസസ് ആർ വെരി ലെസ്. കാരണം എന്താ, അന്ന് NHRCയുടെ ചെയർമാൻ പുതുതായി വന്നു. അത് ജാനുവരിയിൽ എക്സാമിന് ചോദിക്കുകയും ചെയ്തു. ഇപ്പൊ വീണ്ടും അല്ലെങ്കിൽ ജൂണിൽ എക്സാമിന് ചോദിച്ചു. കാരണം 2024 എൻഡിലാണ് വന്ന, ജൂണില് 2025 ജൂണിലെ എക്സാം ചോദിച്ചു. ഇനിയിപ്പോ ഇത് ചോദിക്കാനുള്ള ചാൻസസ് ആർ വെരി ലെസ്. ഡിസംബർ ആയില്ലേ. സോ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം ആയിരുന്നു. നിങ്ങൾ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കേണ്ട പുതുതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പൊസിഷനിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ് ലെവൽ മനസ്സിലാക്കണം. കാരണം നെറ്റ് എക്സാമിന് നമുക്ക് സ്റ്റേറ്റ് ലെവൽ ചോദ്യങ്ങൾ, അതായത് കേരള സംസ്ഥാനത്തിന്റെ പുതിയ ഈ പറയുന്ന പോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ധാര വരുന്നത് അവർ ചോദിക്കത്തില്ല. കാരണം സ്റ്റേറ്റ് ലെവലിലല്ലല്ലോ നെറ്റ് നടത്തുന്നത്, സെൻട്രൽ ലെവലിലാണ്. അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആരെങ്കിലും പുതുതായിട്ട് റീസെന്റ് ഇതായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ അടുത്ത് നമുക്ക് വൈസ് പ്രസിഡന്റ് മാറിയതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ആരാണ് പുതിയ വൈസ് പ്രസിഡന്റ് എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ വേണമെങ്കിൽ അത് നിങ്ങൾ നോക്കി വെച്ചാൽ അതിൽ തെറ്റില്ല. ഇംപീച്ച്മെന്റ് അല്ല വരിക, വൈസ് പ്രസിഡന്റ് റിമൂവ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാ വരുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പോലെ നിങ്ങൾ നോക്കി വെച്ചോ. ഇതിനല്ലെങ്കിലും ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, ശരി. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് അതിന്റെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ കറക്റ്റ് ഇയർ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്. ഭയങ്കര സിമ്പിൾ ഉള്ള ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും പറയുന്ന സാധനം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്ന് നിങ്ങൾക്ക് ആദ്യം നമ്മൾ പഠിക്കുന്ന സാധനം അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. കാരണം ബാക്കി എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ടാറ്റ മാത്രമാണ് ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്നത്. ടാറ്റ 1936 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. മനസ്സിലാക്കുക, 1936. അത് ഭയങ്കര ബേസിക് ആണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് 1936 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ അവരാണ് സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം. അപ്പൊ അത് 1936 ആണ് എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ ഇത് ഉത്തരം കിട്ടി. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ നോക്കണം. ടാറ്റ മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം ഇതിൽ അവർ മറ്റേ ഇത് ചോദിച്ചിട്ടില്ല. ANB, ANC, 1 only, 2 only അങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ടില്ല. അവരെന്താ ചോദിച്ചത്, ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ഇതിൽ ഏതാ തെറ്റുള്ളത്, റോങ് ആയിട്ടുള്ളത്. ഒറ്റ പേരേ ഉള്ളൂ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് ഏറ്റവും ഫസ്റ്റ് തീം. അപ്പൊ 1936 അത് ആ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഒന്നും അറിയില്ലെങ്കിലും ടാറ്റയാണ് ആദ്യം വന്ന് 36 വന്നിട്ടുണ്ടെന്നുള്ള അറിയുമെങ്കിൽ ആൻസർ സെറ്റാ. ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻസ് വായിച്ചു വെക്കണം കേട്ടോ. ഡൽഹി സ്കൂൾ 1946, ബറോഡ 1949, മദ്രാസ് 1952 വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ശരി. നോക്കിക്കോളൂ, ഇതും നിങ്ങൾക്ക് കുറെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ലൈക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, അതായത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, മൗലിക അവകാശങ്ങൾ, അത് ക്ലിയർ ആണെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ബാക്കിയുള്ളത് ആർട്ടിക്കിൾ 330 332 അറിയില്ല, പോട്ടെ, വേണ്ട. ആർട്ടിക്കിൾ 21 17 ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നത് അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതിന്റെ ഉത്തരവായി. എന്താ ആർട്ടിക്കിൾ 17 വരുന്നത്? ഒരിക്കലും മറക്കേണ്ടാത്തൊരു സാധനമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ നിങ്ങൾ പറ്റുമെങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് എപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റും DPSP റിലേറ്റഡ്, DPSP എല്ലാം ഞാൻ പഠിക്കണം എന്ന് പറയില്ല, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾസ് നോട്ട് ചെയ്ത് വെക്കുക, ഓരോ ആർട്ടിക്കിളും എന്താ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, 21A എല്ലാ പ്രാവശ്യം ചോദിക്കുന്നത്, എല്ലാ പ്രാവശ്യം ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിടവിട്ട പ്രാവശ്യങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ് ഇത്. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അടുത്തടുത്ത വർഷം ചോദിക്കലുണ്ട്. ആർട്ടിക്കിൾ 21A ആയിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വരലുണ്ട്. അത് എന്തുകൊണ്ടാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആർട്ടിക്കിൾ 21A എന്താ പറയുന്നത്? പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഓഫ് 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെല്ലാം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21A. അപ്പൊ അതെന്താണ്, അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. 86th അമെന്റ്മെന്റ് പ്രകാരമാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, അമെന്റ്മെന്റ് ഒന്നും ഓർത്ത് വെച്ചില്ലെങ്കിലും ആർട്ടിക്കിൾ 21A എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. സോ അത് അത്രയും ഇറലവന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് ഇല്ലേ? അത് ഇതിന്റെ ഭാഗമായിട്ട് വന്ന ആർട്ടിക്കിൾ 21A ഭാഗമായിട്ടുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതേപോലെ തന്നെയാണ് ആർട്ടിക്കിൾ 17. എന്താ ആർട്ടിക്കിൾ 17 വരുന്നത്? അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ എനി ഫോം ഈസ് ഫോർബിഡൻ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ തുടങ്ങിയ സംഭവങ്ങൾ ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു തരത്തിലുള്ള അൺടച്ചബിലിറ്റി ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 17
ഫസ്റ്റ് ഓപ്ഷനാണ് വരുന്നത്. ഈ രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ ഇതിന്റെ ആൻസർ ആയി. കാരണം ഈ രണ്ട് പെയറും കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ D1C3 ഇത് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. സോ നിങ്ങൾക്ക് സുഖമായിട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ ഇതെന്താ ഫണ്ടമെന്റൽ റൈറ്റ് ആയി, 17 21 ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പോൾ ആ ഒരു സെക്ഷൻ അറിയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ഭയങ്കര സുഖം. ഓക്കെ, ഇനി ഈ 330 332 ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇത് രണ്ടും പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം സാധനം. പ്രൊവൈഡ് ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ SC ആൻഡ് ST ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ റിസർവേഷൻ കൊടുക്കുന്നതും ലോക്സഭയിൽ റിസർവേഷൻ കൊടുക്കുന്ന. നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു സാധനം, ഒരു സാധാരണഗതിയിൽ ലോക്സഭയിലത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോക്സഭയിലെ കാര്യമായിരിക്കും പറയാം. പിന്നീടായിരിക്കും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, അതായത് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ആ കാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി ഒരേ വിഷയത്തിന്റെ തന്നെ ലോക്സഭയിലെ പെർസ്പെക്റ്റീവും അതേപോലെ തന്നെ ലോക്സഭയിലെ പ്രൊവിഷനും സ്റ്റേറ്റിലെ പ്രൊവിഷനും പറയുന്നുണ്ടെങ്കിൽ ക്രൊണോളജിക്കലി നോക്കുന്ന സമയത്ത് ലോക്സഭയിലാണ് ആദ്യം വരാൻ ചാൻസ്. അത് കഴിഞ്ഞിട്ടാണ് റിസർവേഷൻ സ്റ്റേറ്റിന്റെ വരാനുള്ള ചാൻസ്. ഞാൻ പറയുന്നു ഒരേ വിഷയമാണെങ്കിലാട്ടോ പറയുന്നത്. ഇവിടെ രണ്ടും ഒരേ വിഷയമാണ്. സീറ്റ് റിസർവേഷൻ ഫോർ SC ആൻഡ് ST പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ലോക്സഭയിൽ സീറ്റ് റിസർവ് ചെയ്യുന്നത്, ഒന്ന് ലെജിസ്ലേറ്റീവിൽ. അപ്പൊ ഏത് ആദ്യം വരാൻ ചാൻസ്? സ്വാഭാവികമായും ലോക്സഭയിലുള്ളതാണ്. സോ ആർട്ടിക്കിൾ 330 4 വരും, 332 2 വരും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഒരേ വിഷയമാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടുള്ളൂ. അപ്പോൾ അത് ഒരു ലോജിക്കാണ്. അപ്പോൾ ലോക്സഭയിലെ കാര്യമായിരിക്കും ആദ്യം പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ആയിരിക്കും സ്റ്റേറ്റിലെ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ലോജിക്കാണ്. ഇത് രണ്ടും ഒരേ വിഷയമാണ്, അടുത്തടുത്ത ആർട്ടിക്കിളാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ എങ്ങനെ വരുന്നത്. D1 വരുന്നുണ്ട്, D1C3 B2. ഏതെങ്കിലും ഓപ്ഷൻ വരുന്നുണ്ടോ? D1C3 B2. D1 C3 നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ തന്നെ ആൻസർ ആയി. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിന്റെ ഉത്തരത്തിൽ എത്തുമായിരുന്നു. ഓക്കെ, ശരി. മറ്റത് ഒരു ലോജിക്കലി നിങ്ങൾ അത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. അത് അറിഞ്ഞില്ലെങ്കിലും ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടായിരുന്നു. ഓക്കെ, ശരി. വീണ്ടും മാച്ച് ഓഫ് ഫോളോയിങ്. സുഖമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ICDS. അത് ഇവിടെ ചോദിച്ചത് കണ്ടോ? ICDS കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ICDS എന്താ ചോദിച്ചിരിക്കുന്നത്? വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ICDSന്റെ വർഷം ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നിങ്ങൾ പറയണം 1975 ആണെന്നുള്ളത്. ഓക്കെ, വീട്ടിൽ വെച്ചോ വീട്ടിൽ പെടാവോ 2015 ആണ്. മറക്കരുത് കേട്ടോ. അപ്പൊ ഒറ്റയടിക്ക് എഴുതി കൂടെ. ICDS 1975 വന്നിട്ടുള്ളത്. ഇനി വീറ്റ് ബേസ്ഡ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം, അത് ആക്ച്വലി ICDSന്റെ ഭാഗമായിട്ട് പിന്നീട് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് കുറെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ 1975 ശേഷമായിരിക്കും എന്തായാലും അത് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ അത് ഓൾമോസ്റ്റ് വന്നത് 1986 കേട്ടോ. പക്ഷെ ഇത് സുഖമായിരുന്നു, കാരണം A4 വരുന്ന 2 ഓപ്ഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. A4 വരുന്ന 2 എണ്ണത്തിലും D ഒറ്റയടിക്ക് 1981 പോയായിരുന്നു. കാരണം A4 വരുന്നത് നിങ്ങൾക്ക് അത്രയും അറിയാവുന്നതാണ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. A4 വരുന്ന 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. A4 വന്നു കഴിഞ്ഞപ്പോൾ ആ 2 ഓപ്ഷനിലും D1 ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ A4ഉം D1ഉം അവിടെ സെറ്റ് ആയി. പിന്നെ വീറ്റ് ബേസ്ഡ് സപ്ലിമെന്ററി പ്രോഗ്രാം ICDS ആയിട്ട് കണക്ട് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ICDS കഴിഞ്ഞിട്ട് പിന്നെ വരാം 75 ശേഷമുള്ള പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അത് 1986 ആണ്. സോ അങ്ങനെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. പ്രൊഫൈൽ ആക്സിസ് പ്രോഗ്രാം വന്നത് 1970 കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? വൈറ്റമിൻ A എന്തോ റിലേറ്റഡ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. പ്രൊഫൈൽ ആക്സിസ് പ്രോഗ്രാം ഈ നമ്മൾ വാക്സിൻ കൊടുക്കുന്നതാണെങ്കിൽ അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാട്ടോ ഈ പ്രൊഫൈൽ ആക്സിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് പ്രിവെൻഷൻ ഫോർ എ സംഭവം, വാക്സിൻസ് അല്ല നമ്മളൊരു പ്രൊഫൈൽ ആക്സിസ് പ്രോഗ്രാം ആയിട്ട് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ നോക്കിക്കോ എങ്ങനെയായിരുന്നു ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. A കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ A1 വരുന്ന A1 അല്ല A4 വരുന്ന 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ 2 ഓപ്ഷനിലും കണ്ടോ D1 കിടക്കുന്നത്, എല്ലാത്തിലും D1 കിടക്കുന്നത്. സോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ. A4 വരുന്നു, D1 വരുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മതിയായിരുന്നു. സോ ഏതാ ബാക്കി വരിക? ഇതല്ലേ ഇതിന്റെ ആൻസർ വരുന്നത്? B2 ആയിരുന്നു, അല്ല B3 ആയിരുന്നു. ഇതല്ലേ ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ A4 B3 C2 D1 അതാണ് അതിന്റെ ആൻസർ വരുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. എങ്ങനെയായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ICDS എന്തായാലും D ഓപ്ഷൻ 1975 ആണ് നമുക്കറിയാം. സോ A4 വന്ന 2 എണ്ണത്തിലും D1 ആണ്. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്തു. പിന്നെ വീറ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ ICDSന്റെ ഭാഗമായിട്ട് വന്നു. അപ്പൊ എന്തായാലും 75 ശേഷമായിരിക്കും വരിക. 81 എന്നുള്ളത് ഓൾറെഡി കണക്റ്റഡ് ആയി പോയി. ബാക്കി എന്തേ ഉള്ളൂ, നമുക്ക് 86 ഉള്ളൂ. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്തു. പ്രൊഫൈൽ ആക്സിസ് ബാക്കി 1970 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും വർഷം അറിയണ്ട, ആകെ കൂടെ ഒരു ICDS ആണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അതാണ് പറയുന്നത്. എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ എക്സാമിന് പോകാന്നുള്ളതല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാന്നുള്ളതല്ല. കുറച്ചൊക്കെ നിങ്ങളുടെ ലോജിക്കും കൂടെ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, വീണ്ടും മാച്ച് ഓഫ് ഫോളോയിങ്.
ഫോളോയിങ്സ് ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനമാണ് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതും ഭയങ്കര എളുപ്പമുള്ളതാണ്. നോക്കിക്കേ, ഇതിലപ്പുറത്തെ സൈഡ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. സീയിങ് എ പ്രോബ്ലം ആൻഡ് കൺസിഡറിങ് വെദർ ടു ആക്ട്. നിങ്ങൾക്ക് അറിയണമെന്നില്ല ഇപ്പുറത്തെ ഏതാണുള്ളത്, വേണ്ട, നിങ്ങൾ അവിടെ പെൻഡിങ് വെച്ചോ. നോട്ട് സീയിങ് എ പ്രോബ്ലം, അതും അറിയണമെന്നില്ല. അടുത്ത് വായിച്ചേ, ഡൂയിങ് സംതിങ് ടു ചേഞ്ച്. എന്തോ നമ്മൾ ചെയ്തു, മാറ്റത്തിന് വേണ്ടിയിട്ട് എന്തോ നമ്മൾ ചെയ്തു. സോ ചെയ്യുന്നതെല്ലാം നമ്മൾ എന്തായിട്ടാ പറയുക? ആക്ഷൻ അല്ലേ? കണക്ട് ചെയ്തൂടെ? ഡൂയിങ് സംതിങ് ഫോർ ചേഞ്ച്. പ്രിപ്പറേഷൻ ആവണമെന്നുണ്ടോ? കണ്ടംപ്ലേഷൻ ആവണമെന്നുണ്ടോ? പ്രീ കണ്ടംപ്ലേഷൻ ആവണമെന്നോ? ഒരു ചാൻസും ഇല്ല. അതാണ് വരാൻ ചാൻസ്. ബാക്കി നോക്കിക്കേ, മേക്കിംഗ് കോൺക്രീറ്റ് പ്ലാൻസ്. പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്യാൻ നമ്മൾ എപ്പോഴാ? ഒരുക്കത്തിന്റെ സമയത്തല്ലേ? ട്രിപ്പ് പോവാൻ നിങ്ങൾ എപ്പോഴാണ് പ്ലാൻ ചെയ്യുക? നിങ്ങൾ ട്രിപ്പിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്തല്ലേ? സോ ദാറ്റ് ഈസ് പ്രിപ്പറേറ്ററി ഫേസ്, അല്ലെങ്കിൽ പ്രിപ്പറേഷനിലല്ലേ നമ്മൾ പ്ലാനിങ് നടത്തുന്നുണ്ട്. നമ്മൾ ഒരുങ്ങുകയാണ്, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടല്ലേ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് രണ്ടും കണക്ട് ചെയ്തൂടെ? കണക്ട് ചെയ്യാം. ഇനി നോക്കിക്കോ, കണ്ടംപ്ലേഷൻ, പ്രീ കണ്ടംപ്ലേഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, പ്രീ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ നടക്കുന്നത്. പോസ്റ്റ് എന്ന് പറഞ്ഞാലോ ശേഷം വരുന്നത്. അപ്പൊ കണ്ടംപ്ലേഷന് മുന്നേ ഉള്ളതാണ് പ്രീ കണ്ടംപ്ലേഷൻ അല്ലേ? നീ വായിച്ചു നോക്കിയോ, ഈ രണ്ട് ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. സീയിങ് എ പ്രോബ്ലം ആൻഡ് കൺസിഡറിങ് വെദർ ടു ആക്ട്, നോട്ട് സീയിങ് എ പ്രോബ്ലം. ഏതായിരിക്കും ആദ്യം ശരി? ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഒരു പ്രോബ്ലം കണ്ടു, അത് ആക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് എന്താ? ആ പ്രോബ്ലം കണ്ടിട്ടില്ല. ഏതാവാൻ ആദ്യം സംഭവിച്ച ചാൻസ്? നോട്ട് സീയിങ് എ പ്രോബ്ലം അല്ലേ? നമ്മൾ ആദ്യം പ്രോബ്ലം കാണുന്നില്ല. അതാണ് പ്രീ കണ്ടംപ്ലേഷൻ. കണ്ടംപ്ലേഷൻ ഫേസിൽ എന്താ വരുന്നത്? പ്രോബ്ലം നമ്മൾ കണ്ടു, ആക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ വരാൻ ചാൻസസ് അല്ലേ? നമ്മൾ മനസ്സിലായി എങ്ങനെയാണ് ആ ഒരു ഇപ്പൊ കണ്ടംപ്ലേഷനോ പ്രീ കണ്ടംപ്ലേഷനോ നമ്മളൊരു തിയറിന്റെയും ഭാഗമായിട്ട് പഠിച്ചിരിക്കണമെന്നില്ല. പക്ഷെ എന്താ പോലും എന്ത് ചെയ്യാൻ പറ്റി? നിങ്ങൾക്ക് ആ ഒരു വേർഡ്സ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ നോക്കിയാൽ A2 B1 C4 D3 ഏതാ ഓപ്ഷൻ വരുന്നത് നോക്കിക്കേ? A2 B1 C4 D3. ഇതല്ലേ ഇതിന്റെ ആൻസർ? സുഖമായിട്ട് കുത്താൻ പറ്റില്ല നിങ്ങൾക്ക്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എളുപ്പമല്ലേ അത്? ആ ഒരു വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത് SDG എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. SDG 16 കാണാപ്പാഠം പഠിക്കുമെങ്കിൽ പറ്റുമെങ്കിൽ 17 കാണാപ്പാഠം പഠിക്കുമെങ്കിൽ 17 കാണാപ്പാഠം പഠിച്ചോ, ഒരു കുഴപ്പമില്ല. എന്തായാലും എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. SDG എന്തായാലും ചോദിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നിൽ കൂടുതൽ ചോദ്യം ഉണ്ടായിരുന്നു. മാച്ച് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂണിൽ. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഏത് ഡെവലപ്മെന്റ് ഗോൾ ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് വരുന്നത് SDG 16 ആണ് കേട്ടോ. അതെന്താന്നുള്ളത് നമ്മൾ പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് അപ്പുറത്ത് നമ്മൾ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്, 17 കാണിക്കുന്നുണ്ട്. സോ അത് ഓർത്ത് വയ്ക്കാം. പീസ്, ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, നോക്കിക്കോ, ഇതാണ് നമ്മുടെ 17 സസ്റ്റൈനബിൾ ഗോൾ. ഓക്കെ, അതെ, ഇതാണ് നമ്മളോട് ചോദിച്ച സാധനം കേട്ടോ. 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 16 വരുന്നതാണ്. ഓക്കെ, ഇതില് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാനുള്ള കുറച്ചെണ്ണം ഞാൻ പറയാം. ബാക്കി കോഡൊന്നും അല്ല, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള പറയുന്നത്. സോ ആദ്യം നമ്മൾ എന്തായാലും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദാരിദ്ര്യമില്ലാത്തപ്പോൾ തന്നെ വിശപ്പില്ല. അത് നോ പോവർട്ടി, സീറോ ഹങ്കർ. ഇത് രണ്ടും എന്തായാലും ആദ്യം വരുന്നുള്ള നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? ഒരു ഡൗട്ടും വേണ്ട. നോ പോവർട്ടി ആണ് ആദ്യം, സീറോ ഹങ്കർ ആണ് ആദ്യം വരുന്നത്. ഇനി വിശപ്പില്ല, സ്വാഭാവികമായിട്ടും എന്താണ്, നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. ഫുഡ് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മുടെ ഗുഡ് ഹെൽത്തും വെൽബീയിങ് ഒക്കെ ഉണ്ടാവും. ആരോഗ്യവും എഡ്യൂക്കേഷനും നിങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ഏതിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഏറ്റവും ആദ്യം ആരോഗ്യം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഹെൽത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു പ്രയോറിറ്റൈസിങ് തന്നെയാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു നാളെ അങ്ങനെ നിങ്ങൾ ഓർത്ത് വെക്കുക. ദാരിദ്ര്യമില്ലാത്ത ഒരു സമൂഹത്തിൽ എന്തുണ്ടാവും? എല്ലാവർക്കും ഭക്ഷണം കിട്ടും. സീറോ ഹങ്കർ ആണ്. അപ്പോൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ എന്താ? സ്വാഭാവികമായിട്ടും അവരുടെ ഹെൽത്ത് മെച്ചപ്പെടും. ഹെൽത്ത് മെച്ചപ്പെട്ട എന്താ? അവർക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾ പണിക്ക് പോകും, അപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ സ്വയം അവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. തുടങ്ങിയ കൺസെപ്റ്റുകളെല്ലാം ആരോഗ്യം ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുന്നത് അല്ലേ? എഡ്യൂക്കേഷൻ ഉണ്ടാവും. അതുവരെ സെറ്റാണോ? ഇനി ജെൻഡർ ഇക്വാലിറ്റി 10 ആണ്, അല്ല 5 ആണ്. ജെൻഡർ ഇക്വാലിറ്റി 5 ആണ് വരുന്നത്. 10 എന്താന്ന് നോക്കിക്കേ? റിഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി ആണ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? 5 ജെൻഡർ ഇൻഇക്വാലിറ്റി, 10 റിഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ് കുറയ്ക്കുക എന്നുള്ളത് 10 ആണ്. 5 എന്ന് പറയുന്നത് എന്താ? ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഇനി 13, 14, 15 ഒറ്റ ലൈനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താ 13, 14, 15 പറയുന്നത്? 13 ക്ലൈമറ്റ് ആക്ഷൻ, 14 ലൈഫ് ബിലോ വാട്ടർ, സമുദ്രത്തിനടിയിലുള്ള ലൈഫ്, ഫിഷുകളിലേക്ക്, 15 ലൈഫ് ഓൺ ലാൻഡ്, ലാൻഡിലുള്ള ആളുകളുടെ ലൈഫ്. ഇത് മൂന്നൊറ്റ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർത്ത് വെച്ചൂടെ? ക്ലൈമറ്റ് ആക്ഷൻ വരുന്നുണ്ട്, ലൈഫ് ബിലോ വാട്ടർ വരുന്നുണ്ട്, ലൈഫ് ഓൺ ലാൻഡ് വരുന്നുണ്ട്. ഈ 3 ഓർത്ത് വെച്ചൂടെ? അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എത്ര എണ്ണം പഠിച്ചു കഴിഞ്ഞു? 5, 4,
5, 4, 9, 1, 10 പഠിച്ചു കഴിഞ്ഞു. ബാക്കി 7 കൂടി വരുന്നുള്ളൂ അല്ലേ. ആദ്യം നോ പോവർട്ടി ഉണ്ടാവുന്നു. പോവർട്ടി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് സീറോ ഹങ്കർ ഉണ്ടാവുന്നു. സീറോ ഹങ്കർ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? വിശപ്പില്ല, ആളുകൾക്കെല്ലാം ഭക്ഷണം കിട്ടുന്നു. അപ്പോൾ അവരുടെ ഹെൽത്ത് മെച്ചപ്പെടുന്നു. ഹെൽത്ത് ആൻഡ് വെൽബീങ് ഉണ്ടാവുന്നു. അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാവുന്നു. ജെൻഡർ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവുന്നു. അല്ല, ആളുകൾക്കൊക്കെ എഡ്യൂക്കേഷൻ കിട്ടുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് അല്ലെ. ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവുന്നു. 5 ജെൻഡർ ഇക്വാലിറ്റി ആണെങ്കിൽ 10 എന്തായിരിക്കും? അതിന്റെ ഇരട്ടി, 5ന്റെ 10. അപ്പോൾ റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ് കുറയ്ക്കുക എന്നുള്ളതാണ് വരുന്നത്. 13, 14, 15 ഒറ്റയടിക്ക് ഓർത്ത് വെച്ചൂടെ? ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് എബവ് ലാൻഡ് അല്ലെങ്കിൽ ആ സംഭവങ്ങൾ. 16 നമ്മളിപ്പോൾ പഠിച്ചു പീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പീസ് ജസ്റ്റിസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെയാണ് വരുന്നത്. പീസ് കഴിഞ്ഞാൽ വരുന്നതാണ് പാർട്ട്ണർഷിപ്പ്. അത് പാർട്ട്ണർഷിപ്പ് ലേറ്റ് ലാസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾ ആണ്. ഏറ്റവും അവസാനമാണ് നമ്മൾ പാർട്ട്ണർഷിപ്പിനൊക്കെ ഒരുങ്ങുന്നുള്ളൂ. അങ്ങനെ ഓർത്ത് വെക്കാം. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പാർട്ട്ണർഷിപ്പിന് റെഡി ആവുള്ളൂ. ചിലവരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? എനിക്ക് കുറെ പ്ലാൻ ഉണ്ട്, എനിക്ക് ട്രിപ്പ് പോകണം, അത് പോകണം, ഇത് പോകണം, എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളൊരു സംഭവം. അതാണ് ഏറ്റവും അവസാനത്തേക്ക് വെക്കുന്നു. ആദ്യം വെക്കാം, അവസാനം വെക്കാം. സോ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് എന്നുള്ളത് അവസാനമാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി 6, 7, 8, 9 വരുന്നുണ്ട്, 11, 12 വരുന്നുണ്ട്. അത് നോർമലി യൂഷ്വലി ഈ 11, 12 അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നോർമലി ഇവർ ചോദിക്കാറുള്ള ജെൻഡർ ഇക്വാലിറ്റി, അതേപോലെ റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ് ചോദിക്കലുണ്ട്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ഇപ്പൊ സോഷ്യൽ വർക്കിന്റെ ഒരു എക്സാം ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ അവർ ചോദിക്കാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ചോദിക്കില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. അതും കൂടെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. പക്ഷെ ഇപ്പൊ പറഞ്ഞത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മിസ് ഔട്ട് ചെയ്യരുത്. ഇത് ഇന്നതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇനി ഇത്രയും നിങ്ങൾക്ക് അറിയുമെങ്കിൽ തന്നെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കിക്കേ, വാട്സൺ ആൻഡ് റെനി സ്റ്റേജസ് ആണ് പറയുന്നത്. തെറാപ്യൂട്ടിക് കൗൺസിലിംഗിന്റെ ഡിസെൻഡിങ് ഓർഡറിലാണ്. അപ്പൊ നമുക്കറിയാം അവസാനത്തിൽ നിന്ന് ആദ്യത്തേക്ക് ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ്. തിരിച്ചു തന്നെ നിങ്ങൾ ആലോചിച്ചു, ആദ്യത്തിൽ നിന്ന് അവസാനത്തേക്ക് ആലോചിച്ചോളൂ. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ റിവേഴ്സ് കീ ഇട്ടാൽ മതി. അപ്പൊ നോക്കിയാൽ ആദ്യം ഇതേ വരിക, മേക്കിംഗ് ചേഞ്ചസ് ഇൻ തിങ്കിങ് ആൻഡ് ഷിഫ്റ്റ്സ് ഇൻ പാറ്റേൺ. ആദ്യം തന്നെ നമ്മൾ പാറ്റേൺ തിങ്കിങ് മാറ്റുക, അങ്ങനത്തെ ചാൻസസ് വരാൻ കുറവാണ്. അപ്പൊ അതിന് മുന്നേ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്ക്ലോസിങ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു സ്പെസിഫിക് ട്രബിളിംഗ് ഇഷ്യൂ. നമ്മൾ ആ ഒരു ട്രബിളിംഗ് ഇഷ്യൂവിനെ കുറിച്ചിട്ട് ക്ലയന്റിനോട് സംസാരിക്കുന്നു, ഇന്നതാണ് നിങ്ങളുടെ വിഷയം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അവരുടെ തിങ്കിങ്ങും മാറ്റമൊക്കെ മാറ്റണ്ടോ. അപ്പൊ അതാണ്. അപ്പൊ എന്തായാലും ബി കഴിഞ്ഞിട്ട് എ വരുള്ളൂ. ആ ഒരു സംഭവം നിങ്ങൾക്ക് ക്ലിയർ ആയി. എൻഗേജിങ് ഇൻ ബിഹേവിയറൽ എക്സ്പെരിമെന്റേഷൻ. ബിഹേവിയറൽ എക്സ്പെരിമെന്റേഷൻ ഒക്കെ ലാസ്റ്റ് വരുന്നത്, നമ്മൾ അവർ ആക്ഷൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കത് ലാസ്റ്റിലേക്ക് വെക്കാം. ഫോക്കസിങ് എക്സ്പെരിമെന്റലി ഓൺ വൺസ് എക്സ്പീരിയൻസ് ആൻഡ് ആർട്ടിക്കുലേഷൻ ഇൻ വേർഡ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കുക, ഈ 4 ഓപ്ഷൻ നിങ്ങൾക്ക് വായിക്കുക. ഇതിന്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ബി കഴിഞ്ഞിട്ടാണ് എ വരുന്നത്, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും സി വരാൻ ചാൻസ് ഉള്ളത്. സോ ഇതിന്റെ ഒരു കറക്റ്റ് ഓർഡർ എങ്ങനെയാണ്? ആദ്യം നമ്മൾ അവരോട് അവരുടെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഫോക്കസിങ് എക്സ്പെരിമെന്റലി ഇൻ വൺസ് എക്സ്പീരിയൻസ് ആൻഡ് ആർട്ടിക്കുലേഷൻ. അവരിൽ എങ്ങനെയാണ്, അവരുടെ എക്സ്പീരിയൻസസ് എങ്ങനെയാണ്, അവരുടെ ആർട്ടിക്കുലേഷൻ ഓഫ് വേർഡ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ തിങ്കിങ് ആൻഡ് പെർസെപ്ഷന്റെ ഷിഫ്റ്റ് വരുത്തുന്നു. ഏറ്റവും അവസാനം ബിഹേവിയറൽ എക്സ്പെരിമെന്റേഷൻ നടത്തുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ? ആദ്യം ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു സ്പെസിഫിക് ട്രബിളിംഗ് ഇഷ്യൂ 1 വന്നു, 2 ഇത് കൊടുത്തു, അവരുടെ വേർഡ്സ് ആർട്ടിക്കുലേഷനും എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കി. എന്നിട്ട് അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു പെർസെപ്ഷൻ പാറ്റേണിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ എൻഗേജിങ് ഇൻ ബിഹേവിയറൽ പാറ്റേൺസ്. അപ്പൊ എങ്ങനെയാണെന്ന് അപ്പൊ വന്നേ? ബി, ഡി, ഏറ്റവും ആദ്യം ബി നടക്കുന്നു, പിന്നെ ഡി നടക്കുന്നു, പിന്നെ എ നടക്കുന്നു, സി നടക്കുന്നു. ബി, ഡി, എ, സി ആണ് വരുന്നത്. ഇത് അസെൻഡിങ് ഓർഡർ ആ. ബി, ഡി, എ, സി എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡർ. അപ്പൊ ഡിസെൻഡിങ് ഓർഡർ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ബി, ഡി, എ, സിനെ തിരിച്ചിടുമ്പോ സി, എ, ഡി, ബി അല്ലെ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, ദേ കിടക്കും നമ്മൾ സി, എ, ഡി, ബി. ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്? സോ അതും നിങ്ങൾക്ക് അറിയണം എന്നല്ല, പക്ഷെ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ആ ഒരു ഓതേഴ്സിനെയോ അല്ലെങ്കിൽ ആ ഒരു അത് പ്രപ്പോസ് ചെയ്ത ആളെ ഒന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല. എന്നാൽ പോലും ആ ഒരു ലോജിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സി, എ, ഡി, ബി ആണ് എൻ്റെ ആൻസർ. ഓക്കെ, സോ അത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വലിയ കൺഫ്യൂസിങ് അല്ല, ഇന്ന് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്സ് ആയിരുന്നു. അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഇല്ല. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ശരി, താങ്ക് യു.